വെൽക്കം ബാക്ക് ടു സൈലബ് ലേണിംഗ്. അക്ഷയ് സാറാണ്. മക്കളെ, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. ഒരു സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ന്യൂക്ലിയസ്. ആ സെല്ലിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറും മറ്റു വിശദ വിവരങ്ങളും ഉൾപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ അണ്ടർസ്റ്റാൻഡിങ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ സെല്ലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ സെല്ലിന്റെ വേരിയസ് ആക്ടിവിറ്റീസ്, ആ സെല്ലുകൾക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഫങ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ആ സെല്ലുലാർ ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന സെല്ല്, നിങ്ങൾ ഈ സെല്ലൊന്ന് നോക്കാം. ദിസ് ഈസ് ആൻ ആനിമൽ സെൽ. ഇതൊരു ആനിമൽ സെല്ലാണ്. ഈ സെല്ലിന്റെ ഒത്ത നടുക്കായിട്ട് സെന്ററിലായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസ് റെഡി? ആ ഭാഗമാണെന്ത്? ന്യൂക്ലിയസ്. ആ സെല്ലിന്റെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനെ നമുക്ക് ബ്രെയിൻ ഓഫ് ദ സെല്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് വിളിച്ചത്? ബ്രെയിൻ ഓഫ് ദ സെൽ. ബ്രെയിൻ ഓഫ് ദ സെൽ ഒരു സെല്ലിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ബ്രെയിൻ ഓഫ് ദ സെൽ. ബ്രെയിൻ ഓഫ് ദ സെൽ, അതാണ് നമ്മുടെ ന്യൂക്ലിയസ്. റെഡിയല്ലേ? റെഡിയല്ലേ? ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ന്യൂക്ലിയസ് എവിടെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സെല്ലില് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നത്. വേറെയും കുറെ സെൽ ഓർഗനൽസ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെ? ഇവിടെ നോക്കിക്കോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ലൈസോസോം, ഗോൾജി അപ്പാരറ്റസ് തുടങ്ങിയ സെൽ ഓർഗനൽസ് എവിടെ കാണുന്നു? സെല്ലിനകത്ത് കാണപ്പെടുന്നു. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറാണ്. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ബ്ലാങ്ക് സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. അപ്പോ നമുക്ക് ആ സ്ഫെരിക്കൽ ന്യൂക്ലിയസിനെ നമുക്കൊന്ന് കാണിക്കാം. 2 ഡയമെൻഷനിലായി വരക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സർക്കിളായിട്ട് നമുക്ക് തൽക്കാലം വരക്കാം. ന്യൂക്ലിയസിന്റെ ഏറ്റവും പുറത്തുള്ള മെംബ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിതിനെ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് വിളിക്കാം. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് വിളിക്കാം. ന്യൂക്ലിയർ എൻവലപ്പ്. അല്ലെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നും വിളിക്കാം. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്ക് 2 മെംബ്രെയിനുകളാണ് ഉള്ളത്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിച്ചു. ന്യൂക്ലിയർ എൻവലപ്പ്. ആ ന്യൂക്ലിയർ മെംബ്രെയിനില് കുറെ കുട്ടി കുട്ടി പോർസുകളുണ്ട്. ചെറിയ ചെറിയ പോറുകൾ, ഹോളുകളെ കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ആ പോറുകളെ, ആ ഓപ്പണിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. ക്ലിയർ? ഏറ്റവും പുറത്ത് കാണുന്ന ന്യൂക്ലിയർ മെംബ്രെയിനില് ചെറിയ ചെറിയ ഹോൾസ് അഥവാ സുഷിരങ്ങൾ, പോർസ് പ്രസന്റ് ആണ്. കോൾഡ് ന്യൂക്ലിയർ പോർ. ഈ ന്യൂക്ലിയർ എൻവലപ്പ് അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 2 മെംബ്രെയിൻ ആണ് അവിടെ ഉള്ളത്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഔട്ടർ പ്ലസ് ഇന്നർ മെംബ്രെയിൻ. ഇത് രണ്ടും കൂടുമ്പോഴാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആവുന്നത്. ഔട്ടർ മെംബ്രെയിൻ ആൻഡ്
ഇന്നർ മെംബ്രെയിൻ. റെഡി? ക്ലിയർ? ഈ ന്യൂക്ലിയർ പോറിലൂടെ മക്കളെ മനസ്സിലാക്കുക, സം സബ്സ്റ്റൻസസ് വിൽ എൻറ്റർ ദ ന്യൂക്ലിയസ്, സം സബ്സ്റ്റൻസ് വിൽ ലീവ് ദ ന്യൂക്ലിയസ് ത്രൂ ദി ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ എന്ന ഓപ്പണിങ്ങിലൂടെ ചില സബ്സ്റ്റൻസസ് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് പ്രവേശിക്കും, ചില സബ്സ്റ്റൻസ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിക്കും. സോ നമ്മളൊരു സെല്ലുമായി ന്യൂക്ലിയസിനെ താരതമ്യം കമ്പയർ ചെയ്യുമ്പോൾ സെല്ലിന്റെ ഏറ്റവും പുറത്ത് സെൽ മെംബ്രെയിൻ, സിമിലർ മാനർ ന്യൂക്ലിയസിന്റെ ഏറ്റവും പുറത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ. സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് ന്യൂക്ലിയോപ്ലാസം. സോ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് ആ ന്യൂക്ലിയോപ്ലാസം ആണ്. ഇതിനകത്തുള്ള ഫ്ലൂയിഡ് മാട്രിക്സിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയാ. സോ ഞാനിവിടെ യെല്ലോ കളർ കൊണ്ട് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. യെല്ലോ കളർ കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തു ദിസ് ഫ്ലൂയിഡ് റീജിയൻ. ഈ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? കമോൺ, ദിസ് റീജിയൻ ഈസ് കോൾഡ് വാട്ട്? ന്യൂക്ലിയോപ്ലാസം. Like cytoplasm, this is nucleoplasm inside nucleus. And inside the nucleus ന്റെ അകത്ത് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ പ്രസന്റ് ആണ്. ഇതുപോലെ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ പ്രസന്റ് ആണ്. And the spherical structure is called as, ഈ സ്ഫെറിക്കൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോലസ്. Okay, the structure is called as nucleolus. ആ spherical structure നെ വിളിക്കുന്ന പേര് nucleolus എന്നാണ്. I hope this is clear. nucleolus. ഇനി ഈ ന്യൂക്ലിയസിനകത്ത് ഒരുപാട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ കാണാം. ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സ്. This thread-like structure present inside the nucleus is referred to as chromatin fibers or chromatin reticulum. Thread-like chromatin reticulum during the division, when the cell is about to divide, സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. when the cell is about to divide, സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്ന വേളയിൽ thread like chromatin reticulum, they will condense, they will gather, or they will be like closely packed, they will get condensed, തടിച്ചു കുറുകി വരും. then it is called as, it will be like this, it's called as chromosome. Okay, chromosome. ഈ ക്രോമസോമില് നമ്മളുടെ DNA പ്രസന്റ് ആയിരിക്കും. DNAയും പ്രോട്ടീനും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, DNA and protein is present in the chromosome അല്ലെങ്കിൽ ക്രോമാറ്റിൻ എന്ന് പറയാം അല്ലേ. ആ DNA ചില ഭാഗങ്ങളെ നമ്മൾ ജീനുകൾ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടി പറയാം, ക്രോമോസോമിൽ നമ്മളിങ്ങനെ ക്രോമോസോമുകൾ അയച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം ആണ് നമുക്കറിയാം. ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്താണ്? അതിലുള്ളത് DNA ആണുള്ളത്. DNA. ഓക്കെ, DNA. ഈ DNA-യുടെ ചില പ്രത്യേക ഭാഗങ്ങൾ, ചില സ്പെസിഫിക് റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ. DNA-യിലെ ചില സ്പെസിഫിക് റീജിയൻസിനെ വിളിക്കുന്ന പേര് ജീൻ. അങ്ങനെ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിലധികം ജീനുകൾ നമ്മുടെ DNA-യിൽ പ്രസന്റ് ആയിരിക്കും. അതിൽ ഓരോ ജീനുകളും നമ്മുടെ ബോഡിയിലെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീനിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജീനുകളായിരിക്കും. സോ ബേസിക്കലി ജീൻ എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? ഇറ്റ് ഇസ് ഇൻ ദ DNA-യിലാണ് നമുക്ക് ജീനിനെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ ന്യൂക്ലിയസിന്റെ അകത്താണ്.
That is the main aspect. Clear? ഇതാണ് structure of nucleus. Observe the given figure. ഇത് ലേബൽ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ഇത് ലേബൽ ചെയ്യാൻ വളരെ ഈസിയാണ്. The outermost membrane of the nucleus is called nuclear membrane. Easily we can write it. Correct? വളരെ എളുപ്പത്തിൽ നമുക്കത് എഴുതാം. ആ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഒരുപാട് പോർസ് കാണാം, through which substance will get into the nucleus. Substance can leave from the nucleus through that tiny openings called nuclear pore. So I'm writing that nuclear pore. This is nuclear pore. Then you can see the spherical structure inside the nucleus, which was discovered by Fontana. Fontana എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചൊരു സ്ട്രക്ചർ ന്യൂക്ലിയസിനകത്തുണ്ട്. ദാറ്റ് ഈസ് nucleolus. Nucleus was discovered by Robert Brown. You know that nucleus was discovered by Robert Brown, and nucleolus, which is found inside the nucleus, is discovered by Fontana. Ready? And here the fluid component present inside the nucleus, nucleoplasm is present. Nucleoplasm. Then you can see chromatin fibers, chromatin reticulum. Okay. This is the structure of nucleus. So ഈ ഒരു സ്ട്രക്ചറിൽ ന്യൂക്ലിയസിന്റെ ഏറ്റവും പുറത്ത് you saw nuclear membrane. Okay? Nuclear membrane is present. But in case of bacteria, listen carefully. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. In case of bacteria, nuclear membrane is absent. In case of bacteria, nuclear membrane is absent. That means that the genetic material inside the nucleus is exposed. It's naked. അവിടെ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം, ഒരു ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. മെംബ്രെയിൻ ഉണ്ട്, ഔട്ട്ലൈൻ ബൗണ്ടറി ഉണ്ട്. ബട്ട് ഇഫ് ദർ ഈസ് നോ ബൗണ്ടറി, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിന്റെ പുറത്ത് കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഇറ്റ്സ് വെൽ ഡിഫൈൻഡ്, റൈറ്റ്? ബട്ട് ഇതിന് കൃത്യമായ ഒരു ബൗണ്ടറി ഇല്ല. ഇവിടെ ബൗണ്ടറി ഇല്ല എന്ന് വിചാരിക്കാം. ബൗണ്ടറി ഇല്ല എന്ന് പറയുമ്പോൾ നോട്ട് വെൽ ഡിഫൈൻഡ്. റെഡി? സോ ഇവിടെ ബാക്ടീരിയൽ സെല്ലിന്റെ കേസിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. ദാറ്റ് മീൻസ് നോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് is not found in bacterial cell. And also cell organelles inside the bacteria do not possess any membrane. Such a type of cell is called as prokaryote. Okay, prokaryote. Bacteria is a prokaryote because it doesn't contain well-defined nucleus and also lack membrane-bound cell organelles. But in animal cell and plant cell, if you see, you can see there is a distinct boundary in the nucleus. Correct? Nuclear membrane is present. That makes the nucleus well defined. So in case of plant cell and animal cell, this is plant cell and this is animal cell. In case of plant and animal cell, you can see that the nucleus is well defined. And cell organelles like mitochondria has got the boundary. All the cell organelles has got distinct boundary. Well defined nucleus. Membrane bound organelles are present. So such a category of cells, eukaryotic cell. They are referred to as eukaryotic cell.
So our body constitute eukaryotic cell because our body comprises of the cell. Those cells have well-defined nucleus and have membrane-bound cell organs. I hope this is clear. Clear അല്ലേ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ചുള്ള അതിന്റെ സ്ട്രക്ചറും കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ എത്തിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.